കുരിശിൻ പാതയിൽ ഞാനീ ജീവിതം നൽകിടുന്നു. കുറവുകളോടെ കുരിശിൻ പാതയിൽ ഞാനീ സഭയില് അനൈക്യവും അതുപോലെ തന്നെയുള്ള സമ്പത്തിന് വേണ്ടിയിട്ടുള്ള വലിയ സമ്പത്തിനും അധികാരത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള വലിയ വടംവലിയും അതുപോലെ ആധ്യാത്മിക നഷ്ടപ്പെട്ട അവസ്ഥയുമൊക്കെ സഭയില് മലങ്കര സുറിയാനി സഭയില് നിലനിൽക്കുന്ന ഒരു സമയത്താണ് മാർ ഇവാനിയോസ് പിതാവ് എന്ന് പറയുന്ന ആ ധന്യനായ വ്യക്തി ഈ ലോകത്തിൽ ജനിക്കുന്നത്. മാവേലിക്കരയിലെ പണിക്കര കുടുംബത്തിലാണ് പിതാവ് 1782 സെപ്റ്റംബർ 21 മാർ ഇവാനിയോസ് പിതാവ് ജനിക്കുന്നത്. ഈ സമയം ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ സമൂഹത്തെ സംബന്ധിച്ച് മലങ്കര സഭയെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. കാരണം ദേവദാസനായിരുന്ന മാർ ഇവാനിയോസ് പിതാവിനെ മാർപ്പാപ്പ ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്ന ഒരു സമയമാണിത്. ഇത്രയും നാള് ദേവദാസൻ എന്നറിയപ്പെട്ടിരുന്ന മാർ ഇവാനിയോസ് പിതാവിനെ ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്ന ഒരു സിസ്റ്റേഴ്സിനോടല്ല, ഇവിടെ വന്നിരിക്കുന്ന മാതാപിതാക്കളോടും സഹോദരങ്ങളോടും. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? സുധയുടെ അനിയത്തി എന്ന് പറയാവോ? രൂപി നമ്മൾ ഉൾക്കൊള്ളണമെന്നുണ്ട്. സുധയുടെ സാന്നിധ്യം ഇല്ലാത്തതിലൊക്കെയുള്ള വേദന ഞങ്ങൾക്കൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. അപ്പൊ സാന്നിധ്യത്തെ ഓർത്ത് സന്തോഷത്തോടെ ഞാൻ നന്ദി പറയുകയാണ്. അങ്ങനെ മാർ ഇവാനിയോസ് പിതാവ് ഈ പള്ളി എന്നുള്ള ചിന്തയോടുകൂടിയൊക്കെ വളർന്നു വന്ന പിതാവ് സഭാ നവീകരണത്തിന് വേണ്ടി സഭയ്ക്കൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന പിതാവ് ഇവിടെ സിസ്റ്റർ ഉത്തമ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സന്യാസത്തിലേക്ക് ഞാനീ ജീവിതം നൽകിടുന്നു.
ഞങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള ആത്മധൈര്യത്തിനുമായി നിന്റെ വിലയേറിയ തിരുശാതകരുടെ സംഘത്തെ നീ ആശീർവദിക്കണമേ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു സംബന്ധിക്കുന്ന എല്ലാവരിലും പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ഞാൻ നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിന്റെ ജയമുള്ള സ്ത്രീമായാൽ രക്ഷിതരും വിശുദ്ധ മാമോദീസാ അറൂഷ്മായാൽ മുദ്രിതരുമേ. ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. കിന്നും ഭാവിയുമായി ദാസ് നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുകയും എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നഷ്ടമേതുമില്ലെനിക്ക് ജീവിതാന്തസിൽ ശിഷ്ടജീവിതായുസിന്നിതു ജന്മസാഫല്യം. ഇഷ്ടമാണെനിക്കെന്റെ ജീവിതം ശ്രേഷ്ഠമാം വിളിക്കു നൽകിടുമീ സമർപ്പണം. നന്ദി മാത്രമാണെന്റെ നാവിലെന്നുമേ സുന്ദരമാമീ ദാനം തന്ന ദൈവം.
ശ്രേഷ്ഠമാണെനിക്കെൻ്റെ സന്യസ്ത ജീവിതം. ശ്രേഷ്ഠമാം വിളിക്കു നൽകിടുമീ സമർപ്പണം. മൂന്നു മൺപാത്രങ്ങളിൽ എൻ കൊച്ചു ജീവനിൽ ഇന്നു ഞാൻ ഉൾക്കൊണ്ടിടും രത്നങ്ങളെ. മൂന്നു മൺപാത്രങ്ങളിൽ എൻ കൊച്ചു ജീവനിൽ ഇന്നു ഞാൻ ഉൾക്കൊണ്ടിടും വ്രതരത്നങ്ങളെ.